തിരുവനന്തപുരം ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ അമ്മയുടെയും പ്രതിയായ അമ്മാവൻ ഹരികുമാറിന്റെയും ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. പ്രതി അന്വേഷണത്തിനോട് സഹകരിക്കുന്നില്ല എന്ന് പോലീസ് പറയുന്നു. അതേസമയം ഹരികുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. മൊഴിയെടുക്കാനായി കുട്ടിയുടെ പിതാവ് ശ്രീജിത്തിനെയും ശ്രീജിത്തിന്റെ പിതാവിനെയും പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. കേസിൽ കുട്ടിയുടെ അമ്മ ശ്രീത്തുവിനെ വീണ്ടും ചോദ്യം ചെയ്യും. കൊലപാതകത്തിന്റെ തലേ ദിവസം ഡിലീറ്റ് ചെയ്ത മെസ്സേജുകൾ വീണ്ടെടുക്കുമെന്ന് റൂറൽ SP S സുദർശൻ പറഞ്ഞു. അല്ല, അത് ജസ്റ്റ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം നമുക്ക് കൂടുതൽ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. അതെല്ലാം പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം ശരിയാണ്, അല്ലെങ്കിൽ എത്രമാത്രം അതിൽ വസ്തുതകളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ അന്വേഷണം കൊണ്ട് മാത്രമേ ചെയ്തു എന്നതാണ് കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അയക്കും, മൊബൈൽ ഫോണെല്ലാം സയന്റിഫിക് പരിശോധനയ്ക്ക് അയക്കും. അതിൻ്റെ റിസൾട്ടും കൂടി വന്നതിന് ശേഷം നമുക്ക് എല്ലാം റിക്കവറി ചെയ്യാൻ സാധിക്കും. അതിപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് സ്പെഷ്യൽ എക്സാമിനേഷൻ തെളിവെടുപ്പ് ഇന്ന് നടത്താനാണോ, എങ്ങനെയാണ്? അല്ല, അത് പ്രതി അറസ്റ്റ് ചെയ്തതിന് ശേഷം റിമാൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും കസ്റ്റഡി വാങ്ങി സാധാരണഗതിയിൽ പ്രതിയുടെ അറസ്റ്റിലേക്ക് പോകുമ്പോൾ എന്തിനു ചെയ്തു എന്നതിൽ ഒരു വ്യക്തത പോലീസിന് കിട്ടിയിട്ടുണ്ടാവില്ലേ? അല്ല, പ്രതി കുറ്റകൃത്യത്തിൽ പങ്കുള്ളതായിട്ട് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതി അറസ്റ്റ്. ഈ കേസ് നിലവിലുള്ള ഒരു അങ്ങയുടെ പരിശോധനയിൽ ഇപ്പോൾ പ്രാഥമികമായിട്ട് ലഭിക്കുന്ന സൂചനകൾ ഞാൻ പറഞ്ഞല്ലോ, ഈ കേസിന്റെ ഇതുവരെയുള്ള അന്വേഷണത്തിലും പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലൊക്കെ പ്രതിക്ക് ഈ കേസിൽ പങ്കുള്ളതായിട്ടുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഈ കേസിൽ വേറെ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും പങ്കുണ്ടോ, എന്തിനാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ടുള്ള അന്വേഷണത്തിന് വിധേയമാക്കുന്നതായിരിക്കും. ഈ കുടുംബത്തിന് ഒരു ആത്മീയ ആചാര്യനുമായി ബന്ധമുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അത് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിൽ ഏതെങ്കിലും പങ്കുള്ളതായിട്ട് ഇതിനോടകം ബോധ്യമായിട്ടുണ്ട്? അല്ല, അത് അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാവണമെങ്കിൽ കുറച്ച് സയന്റിഫിക് എക്സാമിനേഷൻ കൂടി ആവശ്യമുണ്ട്. ഇതിന് മൊബൈൽ ഫോൺ സീസ് ചെയ്തിട്ടുണ്ട്, പിന്നെ സാഹചര്യ തെളിവുകൾ കുറച്ചുകൂടി വിലയിരുത്തേണ്ടതുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്. പ്രതിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, പക്ഷെ കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമാക്കുന്നില്ല. സഹോദരിയോടെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യമാണോ ദേവകുന്തിനെ കിണറ്റിലിടാൻ കാരണം? സാധാരണഗതിയിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ കാരണം വ്യക്തമാക്കേണ്ടതാണ്. ഇതുവരെ അങ്ങനെ ഒഫീഷ്യലായി എന്താണ് കാരണമെന്ന് ആരും പറയുന്നില്ല. അല്ല, അത് പ്രതി പറയുന്ന കാരണം അതേപടി പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം പോലീസ് അറസ്റ്റ് ചെയ്തത് കൃത്യമായി കാരണം പ്രതി കുറ്റം ചെയ്തതായി ബോധ്യപ്പെടുന്ന അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കാരണങ്ങളും മറ്റേതിൻ്റെ മോട്ടീവ്സ്, ഇന്റൻഷൻ, ഈ കാരണങ്ങളൊക്കെ കുറച്ചുകൂടി കൂടുതൽ നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. അല്ല, അതെല്ലാം പ്രതി പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതെല്ലാം കൂടുതൽ അന്വേഷണം നടത്തി അയാൾ പറയുന്ന കാര്യങ്ങൾ വസ്തുതയുണ്ടോ, അത് ശരിയാണോ എന്നുള്ളത് പരിശോധിച്ച് നോക്കി മാത്രം പറയാം. അതങ്ങനെ പറയാറായിട്ടില്ല. അത് വിശദമായിട്ട് അന്വേഷിച്ച് മാത്രമേ പറയാനുള്ളൂ. ഈ ആചാര്യന് ശേഷമാണോ കത്തിച്ചത്? അല്ല, ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു പ്രതി പറഞ്ഞ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്. അത് നമ്മൾ കൂടുതൽ വസ്തുക്കൾക്ക് വിധേയമായിക്കൊണ്ട് തന്നെ തെളിവുകൾ കൂടുതൽ കമ്പയർ ചെയ്തിട്ടൊക്കെ പ്രതി ഏറ്റുപറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണതോതിൽ പോലീസ് വിശ്വസിക്കുന്നില്ല. അത് കറക്റ്റാണോ എന്ന് അന്വേഷിക്കാം. അതെ, അത് നമ്മൾ മറ്റ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങൾ നമുക്ക് കൺഫേം. അല്ല, അങ്ങനൊന്നും പറയാറായിട്ടില്ല. 2 ദിവസം അന്വേഷണം നടത്തട്ടെ, ബാക്കി കുറേ കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ടല്ലോ. ഈ ആചാര്യനെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയിട്ടുണ്ട്? ഇതാരാണ്, എന്താണ്? ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളെ കുറിച്ച് എല്ലാം സൂചനയുണ്ട്. അത് കൂടുതൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യമുള്ളൂ. വീട്ടിലെ പരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ SP S സുദർശനാണ് മാധ്യമങ്ങളെ കണ്ടത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അന്വേഷണം